Hi, hello, my dear students. My dear children, we are starting part 3 class of our chapter 9 Democracy, Meaning and Scope. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ചാപ്റ്റർ 9 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളത് വ്യൂ ചെയ്തതിന് ശേഷമാണ് പാർട്ട് 3 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസി. വിതൗട്ട് ദീസ് ബേസിക് ഫാക്ടേഴ്സ് the democracy is not a complete democracy. ഒരു കംപ്ലീറ്റ് ഡെമോക്രസി ആകണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫാക്ടേഴ്സ് അവിടെ എസെൻഷ്യലായിട്ട് ഉണ്ടാകണം. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു ഫോം ഓഫ് ഗവൺമെൻറ്, ഡെമോക്രസി ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെൻറ് വെയർ പീപ്പിൾ ചൂസ് ഇലക്ട് their representatives and these representatives rule the country. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ പീപ്പിൾ സെലക്ട് ചെയ്യുകയും ഇലക്ട് ചെയ്യുകയും ആ റെപ്രസെൻറ്റേറ്റീവ്സ് പീപ്പിളിന് വേണ്ടി, അതുകൊണ്ടാണ് നമ്മളൊരു ഫേമസ് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ കണ്ടു. ഇറ്റ് ഇസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ജനങ്ങളുടെ ഭരണമാണ് ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ജനങ്ങളാണ് ഇലക്ഷൻ നടത്തുക, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അവർ ഇലക്ട് ചെയ്യുന്നു. സോ ഡെമോക്രസി വർക്ക് ആകണമെങ്കിൽ, ഡെമോക്രസി ഒരു കംപ്ലീറ്റ് ഡെമോക്രസി ആകണമെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ബേസിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. സോ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസി? The basic factors of democratic system. Basic factors of a democratic system. First one, freedom, liberty, equality, justice, rights, rule of law, separation of powers, election and representation, secularism, political parties and opposition. There are 10 basic factors of a democratic system. In a democratic system, we can noticed these 10 basic factors. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു ഫാക്ടർ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ആബ്സെൻ്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ഡെമോക്രാറ്റിക് സിസ്റ്റം കംപ്ലീറ്റ് അല്ല, അതിന് ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തോണം, നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഈ 10 ഫാക്ടേഴ്സ് പ്രസൻ്റ് ആണോ? ഏതെങ്കിലും ഫാക്ടർ ആബ്സെൻ്റ് ആണോ? നമ്മുടെ ഡെമോക്രസി ഒരു കംപ്ലീറ്റ് ഡെമോക്രാറ്റിക് നേഷൻ ആണോ? നിങ്ങൾ തന്നെ ഒന്ന് വാല്യൂ ചെയ്യുക, നിങ്ങൾ തന്നെ അതൊന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, നമ്മുടെ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഈ 10 ബേസിക് ഫാക്ടേഴ്സ് അതെല്ലാം പ്രസൻ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏതെങ്കിലും അതിൻ്റെ ആബ്സെൻസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫ്രീഡം, ഫസ്റ്റ് വൺ ഫ്രീഡം, ദെൻ ഈക്വാളിറ്റി, ദെൻ ജസ്റ്റിസ്, ദെൻ റൈറ്റ്സ്. ഏതൊക്കെയാണ് റൈറ്റ്സ് എന്ന് നമുക്ക് പഠിക്കണം. ഈ ഓരോ ഫാക്ടറും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. റൈറ്റ്സ്, റൂൾ ഓഫ് ലോ ഉണ്ടായിരിക്കണം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കണം, ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ ഈസ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഡെമോക്രസി. വിത്തൗട്ട് ഇലക്ഷൻ ദർ ഈസ് നോ ഡെമോക്രസി. ഓക്കെ, ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, ദെൻ സെക്യുലറിസം, ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. Political parties are also the basic factor of a democratic system. ഇലക്ഷൻസിനെ ഇത്രയും പവർഫുൾ ആക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്ത ഒരു ഇലക്ഷനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അത് എത്ര തണുത്ത പ്രകൃതമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇലക്ഷനെ, നമ്മുടെ ഈ ഇലക്ഷൻ പ്രോസസ്സിനെ തന്നെ ഇത്രയും എനർജറ്റിക്കായിട്ട് നിർത്തുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ദെൻ ഓപ്പോസിഷൻ. പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഒപ്പോസിഷൻ മസ്റ്റായിട്ടുണ്ടാകണം. ഒപ്പോസിഷൻ ഇല്ലാതാകുന്നത്, ഓപ്പോസിറ്റ് പാർട്ടീസ് ഇല്ലാതാകുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഒരിക്കലും അത് അഭിലഷണീയമല്ല. കാരണം റൂളിംഗ് പാർട്ടി പോലെ തന്നെ റൂളിംഗ് പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യാനും റൂളിംഗ് പാർട്ടിയെ നിയന്ത്രിക്കാനും ഒരു ഓപ്പോസിഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഓപ്പോസിഷൻ ഈസ് ഓൾസോ എ ബേസിക് ഫാക്ടർ ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ 10 ഫാക്ടേഴ്സ് ആണുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് 3 ഫാക്ടേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫ്രീഡം.
then equality, then justice. Okay, അപ്പോൾ നമുക്ക് തുടങ്ങാം. What is freedom? What are the important freedoms? What are the important freedoms? എന്താണ് ഫ്രീഡം? അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കേണ്ട ഫ്രീഡംസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫ്രീഡംസ്? ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നമ്മൾ പഠിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഫ്രീഡം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഫ്രീഡം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണം നമ്മളിത് പഠിക്കാനായിട്ട്. ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരവസ്ഥയെന്നാണ് ഫ്രീഡത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻ. എന്താണ് റെസ്ട്രിക്ഷൻ? എന്തെങ്കിലുമൊക്കെ എന്താണ്, ഇത് ചെയ്യരുത് റെസ്ട്രിക്ഷൻസ് വെക്കുക അല്ലേ? നമ്മുടെ സ്കൂളിൽ പല റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല, കാരണം യൂണിഫോം ഉണ്ട്. എല്ലാവരും യൂണിഫോം കീപ്പ് ചെയ്യണം, യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യണം. ഗേറ്റിൽ നമ്മൾ എത്തുമ്പോഴേ നമ്മളെ ടീച്ചേഴ്സ് നോക്കും ആ കുട്ടി യൂണിഫോമിലാണോ, കാരണം അതൊരു റെസ്ട്രിക്ഷനാണ്. നമുക്ക് എന്തും ഇടാനുള്ള ഫ്രീഡം ഉണ്ട് അല്ലേ? നമുക്ക് ഏത് ഡ്രസ്സും ധരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ്? സ്കൂളിൽ ധരിക്കേണ്ട ഡ്രസ്സ് ഇന്ന പാറ്റേണിലുള്ളതാണ്, ഇന്ന കളറിലുള്ളതാണ്. ഓക്കെ, അത് സ്കൂളിൻ്റെ യൂണിഫോമാണ്. അപ്പം റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ അവൻ്റെ കേപ്പബിലിറ്റീസിനെ, അവൻ്റെ സ്കില്ലുകളെ, അവൻ്റെ സാധ്യതകളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവിടെ എല്ലാ ഫ്രീഡവും അവന് കൊടുക്കുകയാണ്. അവനത് ഡെവലപ്പ് ചെയ്യാം, അവൻ്റെ കേപ്പബിലിറ്റീസ്, അവൻ്റെ സ്കില്ലുകൾ അവന് ഡെവലപ്പ് ചെയ്യാം. സോ ഫ്രീഡം ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. Okay, which are the important freedoms? First one, freedom to move, freedom to organize, freedom to assemble, freedom to express. Freedom to express serves as the foundation of democracy. അപ്പോൾ ഈ പല ഫ്രീഡംസ്, ഇമ്പോർട്ടൻറ്റ് ഫ്രീഡംസ് 4 കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 4 ഏറ്റവും ഒരു ഡെമോക്രസിയിൽ വേണ്ട ഫ്രീഡമാണ് ഫ്രീഡം ടു എക്സ്പ്രസ്. നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലാത്ത ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് ഏറ്റവും മോശം ഡെമോക്രസി ആയിരിക്കും. അപ്പോൾ ഫ്രീഡം ടു എക്സ്പ്രസ് സെർവ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി. അതാണ് ഡെമോക്രസിയുടെ അടിസ്ഥാനം, ഫ്രീഡം ടു എക്സ്പ്രസ് അല്ലേ? നമുക്ക് ഒരിക്കലും ഒരു ഡെമോക്രസിയിൽ നീ മിണ്ടരുത്, നീ പറയാൻ പാടില്ല, നീ നിൻ്റെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഒരു ഡെമോക്രസിയിൽ കൊടുക്കണം അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സിനെ വരെ നമുക്ക് വിമർശിക്കാനും അവരെപ്പറ്റിയും അഭിപ്രായങ്ങൾ പറയാനും അവർക്ക് ഡയറക്ഷൻ കൊടുക്കാനും ഒക്കെ ഒരു ഇൻഡിവിജ്വലിന് സാധിക്കും ഒരു ഡെമോക്രസിയിൽ. അപ്പോൾ ഫ്രീഡം ടു എക്സ്പ്രസ് സെർവ്സ് ആസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി. അതർ ഫ്രീഡംസ് ആർ ഫ്രീഡം ടു അസംബിൾ അല്ലേ? നമുക്കെല്ലാം അസംബിൾ ചെയ്യാനുള്ള, അതും ആയുധങ്ങളൊന്നും എടുത്തോണ്ടല്ല, ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. ഫ്രീഡം ടു അസംബിൾ. ഫ്രീഡം ടു ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, ഓക്കെ, അതിനെല്ലാം ഉള്ള ഫ്രീഡം ഒരു ഡെമോക്രസിയിലുണ്ട്. ഫ്രീഡം ടു മൂവ്. ആർക്കാണ് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലാത്തത്? ഒരു ഡെമോക്രസിയിൽ എല്ലാവർക്കും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് അല്ലേ? ഒരാളെ പിടിച്ച് ഒരു സ്ഥലത്ത് ഇടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളെ പൂട്ടിയിടുക എന്നൊക്കെ പറയുന്നത് ഡെമോക്രസിയിൽ ഒരിക്കലും അനുവദനീയമല്ല. ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു ഓർഗനൈസ്, ഫ്രീഡം ടു അസംബിൾ, ഫ്രീഡം ടു എക്സ്പ്രസ്. The freedom to express is the most important one. Okay, so what is freedom? Freedom is defined as the absence of restrictions. It is an opportunity to develop the capabilities of an individual. Okay, then what is the relationship between freedom and restriction? ഇവിടെ ഏറ്റവും വലിയ നമുക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഫ്രീഡമും റെസ്ട്രിക്ഷനും. അപ്പോൾ ഫ്രീഡം ഉള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഇല്ലെന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ഫ്രീഡം ഈസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം,
ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ തന്നെ അവിടെ റെസ്ട്രിക്ഷൻസും ഉണ്ട്. ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ എന്ന് ഓർത്തേ, നമുക്ക് ഏത് ഡ്രസ്സ് ധരിക്കാനുള്ള ഫ്രീഡവും ഒരു ഡെമോക്രസിയിലുണ്ട്. പക്ഷേ സ്കൂളിൽ ഏത് ഡ്രസ്സും നമുക്ക് ധരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സ്കൂളിൽ നമുക്ക് യൂണിഫോം ഉണ്ട്, അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരിക. ഇങ്ങനെ ഓരോ എക്സാമ്പിളും നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഫ്രീഡം തരുന്നതോടൊപ്പം റെസ്ട്രിക്ഷൻസും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? ഫ്രീഡത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണോ റെസ്ട്രിക്ഷൻ? അതാണ് നമ്മുടെ ചോദ്യം. ഈസ് റെസ്ട്രിക്ഷൻസ് കട്ട് ദ ഫ്രീഡം ഓഫ് എ പേഴ്സൺ? നമുക്ക് നോക്കാം. ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻ. ഫ്രീഡം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകത്തില്ല എവിടെ? റെസ്ട്രിക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ ഫ്രീഡം കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തുണ്ടാകണം? റെസ്ട്രിക്ഷൻ ഉണ്ടാകണം. ഫ്രീഡം ഈസ് കംപ്ലീറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസിനെ മാറ്റാം. ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ നമുക്കിതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ പറയാം? ഫ്രീഡം ഈസ് കംപ്ലീറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് റെസ്ട്രിക്ഷൻ. അപ്പോൾ നമുക്ക് സ്കൂളിൽ നമ്മുടെ ഫ്രീഡം നിങ്ങൾക്കുണ്ട്, കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ ഫ്രീഡം ഉണ്ട്. പക്ഷേ സ്കൂളിൽ കുറച്ച് സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ സ്കൂൾ റൂൾസും റെഗുലേഷൻസുമാണ് റെസ്ട്രിക്ഷൻ. എന്താണ് സ്കൂളിൻ്റെ റെസ്ട്രിക്ഷൻ? രണ്ടാമത്തെ എക്സാമ്പിൾ കേൾക്കണോ? നമുക്ക് എവിടെയും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അല്ലേ? ഫ്രീഡം ടു മൂവ്. പക്ഷേ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ് റെസ്ട്രിക്ഷൻ? നമ്മൾ പെർമിഷൻ എടുക്കണം. ആരുടെ പെർമിഷൻ എടുക്കണം? ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ പെർമിഷൻ എടുത്തിട്ട് വേണം കുട്ടി ക്ലാസ്സിൽ നിന്ന് മൂവ് ചെയ്യാൻ, ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. കാരണം എന്താണ്? അതൊരു റെസ്ട്രിക്ഷനാണ്. അത് സ്കൂളിൻ്റെ റൂളാണ്. എന്താണ്? ടീച്ചറുടെ അനുവാദമില്ലാതെ ക്ലാസ്സിന് വെളിയിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾക്ക് പോകാം, ഇൻ്റർവെൽ സമയത്ത് നിങ്ങൾക്ക് പോകാം, അത് നിങ്ങൾ ഫ്രീ ആണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പുറത്തിറങ്ങണമെങ്കിൽ, ക്ലാസ്സിന് പുറത്ത് പോകണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ പെർമിഷൻ ഓഫ് ദ ടീച്ചർ. ദെൻ സ്കൂളിന് പുറത്ത് പോകണമെങ്കിലോ യു ഹാവ് ടു ടേക്ക് ദ പെർമിഷൻ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ പ്രിൻസിപ്പൾ. ഓക്കെ, അപ്പോൾ ഫ്രീഡം എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? റെസ്ട്രിക്ഷൻ ഉള്ളപ്പോഴാണ്. അതാണ് അത് തമ്മിലുള്ള ബന്ധം. ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. Therefore, some instructions and rules that individuals should and should not do are necessary for social life. ഒരു സോഷ്യൽ ലൈഫിനെ വളരെ അത്യാവശ്യമുള്ള, ഇൻ എ സോഷ്യൽ ലൈഫ് ദ റെസ്ട്രിക്ഷൻസ് ആർ വെരി റൂൾസ്. എന്താണ് റൂൾസ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ഡു. ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് റൂൾസ്. So, rules are necessary for social life. Restrictions are necessary for social life. എന്താണ് ഈ റെസ്ട്രിക്ഷൻസ്? ഇൻഡിവിജ്വൽ ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ഡു. ഓക്കെ, സോ therefore some instructions and rules that individuals should and should not do are necessary for social life. നമ്മുടെ സോഷ്യൽ ലൈഫിലും, ഞാൻ സ്കൂളിലെ എക്സാമ്പിളാണ് പറഞ്ഞത്, സോഷ്യൽ ലൈഫിലും നമുക്ക് ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താണ്, പുകവലി നിരോധിച്ചിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. പുകവലിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിലെ പുക വലിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, അത് മേടിച്ച് നമുക്ക് വലിക്കാം. പക്ഷേ എവിടെ വലിക്കാൻ പാടില്ല? അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ ആൾക്കാർ കൂടി നിൽക്കുന്ന പൊതുസ്ഥലങ്ങളിൽ നമ്മൾ പുക വലിക്കാൻ പാടില്ല. ഓക്കെ, അതൊക്കെ അതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ല. അവിടെ അതിൻ്റെ റൂളുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ആണ് റൂൾസ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഈ വിത്തൗട്ട് റൂൾസ്, വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്, ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ്. ദാറ്റ് ഇസ് ദ പോയിന്റ്. അതാണ് അതിൻ്റെ പോയിന്റ്. ഫ്രീഡം കംപ്ലീറ്റ് ആകണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകണം. ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. The values of freedom become meaningful only in a system where each individual respects the freedom of others. So, നമുക്ക് ഫ്രീഡം ഉള്ളതുപോലെ തന്നെ അതേഴ്സിനും ഫ്രീഡം ഉണ്ട്. സോ വി ഹാവ് ടു റെസ്പെക്റ്റ് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്, അല്ലേ? നമ്മൾ ബസ്സിൽ കയറി, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്കവിടെ നമ്മുടെ മൊബൈലോ ഒക്കെ ഓൺ ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാം. പക്ഷേ നമ്മുടെ അടുത്ത ആളുകൾ ഇരിപ്പുണ്ട്, അവർ ചിലപ്പം പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം, അവർ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നവരുണ്ടായിരിക്കാം. നമുക്ക്
മ്യൂസിക് കേൾക്കാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ബസ്സിൽ അല്ലെങ്കിൽ ആ പൊതുസ്ഥലത്ത് എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ മ്യൂസിക് വളരെ ലൗഡായിട്ട് വെച്ചുകൊണ്ട് നമ്മളത് കേൾക്കുന്നത് ഫ്രീഡമാണോ? നമ്മുടെ ഫ്രീഡമാണോ? നോ. അത് അടുത്ത ആളുകളുടെ, നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ, ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ ഫ്രീഡത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാത്തവരാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ടു റെസ്പെക്റ്റ് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. ദ വാല്യൂ ഓഫ് ഫ്രീഡം ബിക്കം മീനിങ് ഓൺലി ഇൻ ദ സിസ്റ്റം, അല്ലേ? ഇങ്ങനെ മറ്റുള്ളവരുടെ ഫ്രീഡത്തെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഫ്രീഡം എന്ന വാക്കിൻ്റെ ആ വാല്യൂ തന്നെ മീനിങ് ആയി മാറുന്നത്. ദ വാല്യൂ ഓഫ് ഫ്രീഡം ബിക്കം മീനിങ് ഓൺലി ഇൻ എ സിസ്റ്റം വെയർ ഓൾ ഇൻഡിവിജ്വൽസ് റെസ്പെക്ട് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. അപ്പം നമ്മുടെ ചിലർ പറയാറുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ളതെന്ന് പറയും. അതിനപ്പുറത്തോട്ട് നമ്മൾ സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഫ്രീഡം വളരെ മീനിങ് മാറുന്നത്? വി ഹാവ് ടു റെസ്പെക്ട് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. സോ ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഫ്രീഡവും റെസ്ട്രിക്ഷൻസും സൈമിൾട്ടേനിയസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. റെസ്ട്രിക്ഷൻസ് ഓർ റൂൾസ്, ദേ ആർ നെസസറി ഇൻ എ സോഷ്യൽ ലൈഫ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണേ. അപ്പം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ്, റൂൾസ് കുട്ടികൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണെന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ ഫ്രീഡത്തെ കൂടുതൽ മീനിങ് ആക്കി മാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ബേസിക് ഫാക്ടറിലേക്ക് പോകാം. ഫ്രീഡം കഴിഞ്ഞ് രണ്ടാമത്തെ ബേസിക് ഫാക്ടർ നമ്മൾ എന്താണ് കണ്ടത്? ഈക്വാളിറ്റി. ഈക്വാളിറ്റി എന്താണ് അതിൻ്റെ മലയാളം? എല്ലാവരും ഒരുപോലെ, എല്ലാവർക്കും തുല്യത, ഈക്വാളിറ്റി. Equality is very important value in democracy. Substantiate, explain. Equality, explain. What is the importance of equality in a democracy? Equality is the view that all people in the world are unique and valuable. Equality എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? It is a view. അതൊരു കാഴ്ചപ്പാടാണ്. Equality is a view that all people in the world are unique and valuable. ലോകത്തുള്ള എല്ലാ മനുഷ്യരും യുണീക്കാണ്, എല്ലാവരും വാല്യുബിളാണ്, എല്ലാവർക്കും വാല്യൂ ഉണ്ട്, എല്ലാവരും യുണീക്കാണ്. എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോലെയല്ല. ഓരോരുത്തരും അവനവൻ്റേതായ ക്യാരക്ടേഴ്സും അവനവൻ്റേതായ സ്കില്ലും അവനവൻ്റേതായ ടേസ്റ്റും അവനവൻ്റെ പ്രത്യേകതകളുള്ള യുണീക്ക് പേഴ്സൺസാണ്. ഒരാൾ വേറൊരാളുടെ പോലെ അല്ല, ഒരാൾക്ക് വേറൊരാളെ പോലെ ആകാനും പറ്റുകയില്ല. ഓരോരുത്തരും, ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്, അവരവരുടെ സ്വത്തുള്ളവരാ, അല്ലേ? അവരവരുടെ രീതികളുള്ളവരാ. ടീച്ചറിനെ പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും. ഞാനൊരു യുണീക്ക് പേഴ്സണാണ്, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നമ്മൾ ഓരോരുത്തരും വാല്യുബിളാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വാല്യൂ ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മുടെ കളറോ നമ്മുടെ കാസ്റ്റോ നമ്മുടെ റിലിജനോ ഒന്നുമല്ല. നമ്മൾ ആരാണെങ്കിലും നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണോ, വി ആർ വാല്യുബിൾ. ദറ്റ് ഈസ് ദ വ്യൂ ഇൻ എ ഇക്വാളിറ്റി. ഇക്വാളിറ്റിയുടെ വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആളുകളും, ഈ ലോകത്തുള്ള എല്ലാ ആളുകളും യുണീക്കാണെന്നും അവർ വാല്യുബിൾ ആണെന്നും നമ്മൾ ഇക്വാളിറ്റിയെ നമ്മൾ വ്യൂ ചെയ്യുന്നു. ഇക്വാളിറ്റി ഈസ് ദ വ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ഇൻ ദ വേൾഡ് ആർ യുണീക്ക് ആൻഡ് വാല്യുബിൾ. അങ്ങനെ നമ്മൾ കരുതണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മഹിമ. നമ്മൾ ഓരോ പേഴ്സണെയും കാണുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാത്തത്? മറ്റുള്ളവരെ വാല്യുബിളായിട്ടും ഒന്നും യുണീക്കായിട്ടും നമ്മൾ കാണുന്നില്ല. ഓക്കെ, വീട്ടിൽ പോലും നമ്മൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. നീ അവരെ കണ്ടുപിടിക്കുക, നീ അവരെ കാണുക, ഇവരെ കാണുമെന്ന് പറയും. നിങ്ങൾക്ക് പലപ്പോഴും അത് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നിങ്ങളുടെ സഹോദരനെ പോലെയോ സഹോദരിയെ പോലെയോ നിങ്ങൾക്കാകാൻ പറ്റുകയില്ല. നിങ്ങളും സഹോദരനും സഹോദരിയും എല്ലാം യുണീക്ക് പേഴ്സൺസാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്ക് അവരെ നല്ല മോഡൽസിനെയൊക്കെ നമുക്ക് അവരെ പിന്തുടരാം, അത് കുഴപ്പമില്ല, നല്ല മോഡൽസിനെ. പക്ഷെ അവരെ പോലെയാകാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. കാരണം ദേ ആർ യുണീക്ക് പേഴ്സൺസ്. ഓക്കെ, ഇൻ ഇക്വാളിറ്റി ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കളർ, ജെൻഡർ, റേസ്, ലാംഗ്വേജ് ഓർ നാഷണാലിറ്റി. എപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? റിലീജിയൻ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാം, കളർ നോക്കിയിട്ട് ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. എന്താ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ വേർതിരിച്ച് കാണുക, കറുത്തവരെ വെളുത്തവരെ അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലല്ല ഇന്ന മതം
ഞങ്ങൾ ഹിന്ദുസ്, ഞങ്ങൾ ക്രിസ്ത്യൻസ്, ഞങ്ങൾ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുക. അതുപോലെ ജെൻഡർ, ഇതാണ് മെയിൽ ഫീമെയിൽ, ഞങ്ങൾ ആണുങ്ങൾ, ഞങ്ങൾ പെണ്ണുങ്ങൾ, ഞങ്ങൾ മെയിൽ, നിങ്ങൾ ഫീമെയിൽ, അങ്ങനെ പറഞ്ഞ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് റിലീജിയൻ, കളർ, ജെൻഡർ, റേസ്, അല്ലേ, ആഫ്രിക്കൻസ്, യൂറോപ്യൻസ്, ഏഷ്യൻസ് എന്നൊക്കെ പറഞ്ഞുള്ള റേസ്. ദെൻ ലാംഗ്വേജിൻ്റെ കാര്യം, ഞങ്ങൾ മലയാളികളാണ്, നിങ്ങൾ ബംഗാളികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുക. ഓർ നാഷണാലിറ്റി, ഞങ്ങൾ ഇന്ത്യൻസ് ആണ്, നിങ്ങൾ അമേരിക്കൻസ് ആണ്, നാഷണാലിറ്റിയുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇക്വാളിറ്റിയിൽ ഇതൊന്നുമില്ല. ഇൻ ഇക്വാളിറ്റി ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. No discrimination based on religion, color, gender, race, language or nationality. We view all people are unique and all people are valuable. അതാണ് ഇക്വാളിറ്റി. എല്ലാവരെയും ഒരുപോലെ കാണുക. Equality is also the essence behind the concept of universal human right. യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ്, അല്ലേ? നമ്മൾ ഹ്യൂമൻ റൈറ്റിനെ പറ്റി സംസാരിക്കാറുണ്ട്, മനുഷ്യാവകാശങ്ങളെ പറ്റി. ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാറുണ്ട് കേട്ടോ. UNO ഒക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ട ചില റൈറ്റ്സ് ഉണ്ട്. ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എല്ലാം എസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വാളിറ്റിയാണ്. ഇക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ന റൈറ്റ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം, അല്ലേ? മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാനുള്ള അവകാശം, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശം, നമുക്ക് മൂവ് ചെയ്യാനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഇങ്ങനെ കുറേ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഈ ഹ്യൂമൻ റൈറ്റ്സ് കോൺസെപ്റ്റ് എല്ലാം ഉണ്ടായത് ഏതിൻ്റെ ബേസിലാണ്? ഇക്വാളിറ്റിയുടെ ബേസിലാണ്. ഇക്വാളിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? ദ വ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ആർ യുണീക്ക് ആൻഡ് വാല്യബിൾ, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, കളർ, ജെൻഡർ, റേസ്, ലാംഗ്വേജ് ഓർ നാഷണാലിറ്റി. ദാറ്റ് ഈസ് ഇക്വാളിറ്റി. Then, which are the three dimensions of equality? Which are the three dimensions? ഇക്വാളിറ്റിക്ക് 3 ഡയമെൻഷൻ ഉണ്ട്, 3 ഘടകങ്ങളുണ്ട്. 3 ഡയമെൻഷൻസ് ആയിട്ട് നമുക്കതിനെ തിരിക്കാം. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി, ഇക്കണോമിക് ഇക്വാളിറ്റി. ഈ 3 ഡയമെൻഷൻസും ചേരുമ്പോഴാണ് ഇക്വാളിറ്റി കംപ്ലീറ്റ് ആകുന്നത്. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, സോഷ്യൽ ഇക്വാളിറ്റിയും കിട്ടണം, ഇക്കണോമിക് ഇക്വാളിറ്റിയും കിട്ടണം. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി ഉണ്ട്. എന്താ കാര്യം? നമുക്ക് എല്ലാവർക്കും ഇലക്ഷനിൽ വോട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അല്ല, 18 ഇയേഴ്സ് കഴിഞ്ഞ സിറ്റിസൺസിന് എല്ലാവർക്കും പൊളിറ്റിക്കൽ ഇക്വാളിറ്റി ഉണ്ട്. കാരണം എന്താ? അത് കളറോ ലാംഗ്വേജോ റേസോ അവരുടെ റിലീജിയനോ ഒന്നും നോക്കിയിട്ടില്ല. ഏത് റിലീജിയനിലാണെങ്കിലും ഏത് റേസ് ആണെങ്കിലും നിനക്ക് 18 ഇയേഴ്സ് കഴിഞ്ഞോ യൂണിവേഴ്സൽ അല്ല, നിങ്ങൾക്ക് ഇലക്ഷന് പോകാം, ഇലക്ഷന് വോട്ട് ചെയ്യാം, എത്ര വോട്ട് ചെയ്യാം, അത് ആര് ചെന്നാലും ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ ഇക്വാളിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന സോഷ്യൽ ഇക്വാളിറ്റി ഉണ്ടോ? ഈ പറയുന്ന ഇക്കണോമിക് ഇക്വാളിറ്റി ഉണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇക്കണോമിക് ഇക്വാളിറ്റി നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ടോ? എത്രയോ വെൽത്തി പീപ്പിളുണ്ട്, ഏറ്റവും ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇക്കണോമിക്കലി നമ്മളെല്ലാവരും ഈക്വലായെന്ന് പറയാൻ പറ്റുമോ? നോ. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി നമുക്കുണ്ടെങ്കിലും ഇക്കണോമിക് ഇക്വാളിറ്റി ഇല്ല. സോഷ്യൽ ഇക്വാളിറ്റി നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് അല്ല. കാരണം എന്താണ്? ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്. റിലീജിയൻ്റെ പേരിൽ, റേസിൻ്റെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്. അൺടച്ചബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ ടീച്ചർ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. സോ സോഷ്യൽ ഇക്വാളിറ്റി വന്നിട്ടില്ല, ഇക്കണോമിക് ഇക്വാളിറ്റി വന്നിട്ടില്ല, ബട്ട് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇക്വാളിറ്റി കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ 3 ഡയമെൻഷൻസും വരണം. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, ദെൻ സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് ഇക്കണോമിക് ഇക്വാളിറ്റി. സാമ്പത്തികമായ സമത്വം, സാമൂഹ്യമായ സമത്വം, രാഷ്ട്രീയമായ സമത്വം. ഇത് 3 കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഇക്വാളിറ്റി കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇക്വാളിറ്റി കംപ്ലീറ്റ് അല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. വാട്ട് ഈസ് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി? റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്. അതായത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള അവകാശം, അത് എല്ലാ സിറ്റിസൺസിനും കിട്ടും. നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നമുക്ക് ജോലി കിട്ടണം, നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല. ഓക്കെ, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻ. പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക്
ഇലക്ഷന് മത്സരിക്കാനുള്ള ചാൻസ് തന്നില്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് മത്സരിക്കാം? നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വതന്ത്രനായിട്ട് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. റൈറ്റ് ടു കോൺടെസ്റ്റ് ഇലക്ഷൻ, ദെൻ റൈറ്റ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഐ ടോൾഡ് യു. ഇതാണ് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി. എന്നാൽ സോഷ്യൽ ഇക്വാളിറ്റി എന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ. ഒരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. റിലിജൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഇക്വാളിറ്റി ഇല്ല. നോൺ ഡിസ്ക്രിമിനേഷൻ, നോ ഡിസ്ക്രിമിനേഷൻ. ഈക്വൽ സ്റ്റാറ്റസ് എല്ലാവർക്കും കിട്ടണം. ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടണം. സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ സ്റ്റാറ്റസ്, നോ ഡിസ്ക്രിമിനേഷൻ ആർ സോഷ്യൽ ഇക്വാളിറ്റി. ദെൻ വാട്ട് ഈസ് ഇക്കണോമിക് ഇക്വാളിറ്റി? റൈറ്റ് ടു വർക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. കിട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രൈവറ്റ് മേഖലയിലൊന്നും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇല്ല. ജെൻസിനും വിമനിനും ഒരേ ജോലി ചെയ്താലും വ്യത്യസ്തമായിട്ടുള്ള പേ ഒക്കെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ടീച്ചർ പറയുന്ന പ്രൈവറ്റ് സെക്ടർ, നോട്ട് ഇൻ പബ്ലിക് സെക്ടർ. ഗവൺമെൻറ് ജോബിൽ ഇക്വാളിറ്റിയാണ്, ഈക്വൽ പേ ആണ് ഈക്വൽ വർക്കിന്. പക്ഷേ പ്രൈവറ്റിൽ ഈക്വൽ പേ ലഭിക്കുന്നില്ല. ഈക്വൽ വർക്കിന് ഒരേ ജോലി ചെയ്താലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു വർക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ് ടു ലെഷർ. എല്ലാവർക്കും ഒരേ ലെഷർ ടൈം കിട്ടുന്നുണ്ടോ? ഗവൺമെൻറ് ജോലിക്കാർക്ക് ലെഷർ ടൈം ഒരുപോലെ കിട്ടുന്നുണ്ട്. ബട്ട് പ്രൈവറ്റ് മേഖലയിൽ ലെഷർ ടൈം എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലരെ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു, ചിലർക്ക് കൂടുതൽ ലെഷർ ടൈം കിട്ടുന്നു. വാട്ട് ഈസ് ലെഷർ ടൈം? ഫ്രീ ടൈം. ഫ്രീ ടൈം കൂടുതൽ കിട്ടുന്നു. സോ റൈറ്റ് ടു ലെഷർ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ് ടു വർക്ക്, ഇതൊക്കെയാണ് ഈക്വൽ ഇൻകം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരണം. എങ്കിലേ ഇക്കണോമിക് ഇക്വാളിറ്റി വരത്തുള്ളൂ. കൂടുതൽ ശമ്പളം മേടിക്കുന്നവരും കുറച്ച് ശമ്പളം മേടിക്കുന്നവരും, കൂടുതൽ ഇൻകം കിട്ടുന്നവരും കുറച്ച് ഇൻകം കിട്ടുന്നവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇക്വാളിറ്റിയുടെ 3 ഡയമെൻഷൻ ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി, ദെൻ ഇക്കണോമിക് ഇക്വാളിറ്റി. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ആബ്സല്യൂട്ട് ഇക്വാളിറ്റി ആൻഡ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഓഫ് ടാലൻസ്. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്, ഫ്രീഡത്തെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മളവിടെ കണ്ടു, ഫ്രീഡം കംപ്ലീറ്റ് ആകുന്നത് റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോഴാണ്. ഫ്രീഡം കംപ്ലീറ്റ് ആകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളപ്പോഴാണ്. വിത്തൗട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ദിസ് ഇക്വാളിറ്റി ഈസ് നോട്ട് കംപ്ലീറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് നിങ്ങൾ നോക്കുകയും, ഈ ഇക്വാളിറ്റി വരുമ്പോഴേക്കും നമുക്ക് സ്പെഷ്യൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നത് ഇക്വാളിറ്റിയെ കുറയ്ക്കുമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കൂടുതൽ ടൈം അനുവദിക്കുന്നു. പഠിക്കാൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സ്ക്രൈബിനെ അനുവദിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയുക. ചില കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ച് അവർ പരീക്ഷ എഴുതുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് സ്ക്രൈബ് വെക്കുന്നെങ്കിൽ 9ാം ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളെ 10ലെ ഒരു കുട്ടിക്ക് വേണ്ടി സ്ക്രൈബായിട്ട് പരീക്ഷ എഴുതുന്നു. ഓക്കെ, മറ്റു കുട്ടികൾ സ്വയം പരീക്ഷ എഴുതുമ്പോൾ ചില കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതുന്നു. അവർ പരീക്ഷ എഴുതുന്നില്ല, മറ്റേ കുട്ടി എഴുതുന്നു. ഇത് ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഇത് ഇക്വാളിറ്റിക്ക് തെറ്റല്ലേ? എല്ലാ കുട്ടികളും സ്വയം പരീക്ഷ എഴുതുമ്പോൾ ചില കുട്ടികൾക്ക് മാത്രം കൂടുതൽ ടൈം അനുവദിക്കുന്നു. ഇത് ശരിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ നോട്ട് ഓൺ ആബ്സല്യൂട്ട് ഇക്വാളിറ്റി ആൻഡ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ. ചില ആളുകൾക്ക് എന്തിനാണ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നത്? ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സീറ്റിൽ നമ്മൾ ഇരുന്നാൽ, ജനറലായിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ഇരുന്നാൽ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കണം. കാരണം എന്താ? അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ്. എന്തിനാണ് അങ്ങനെ ചില ആളുകൾക്ക് മാത്രം സീറ്റ് റിസർവ് ചെയ്യുന്നത്? സ്പെഷ്യൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈക്വാളിറ്റി ഡസ് നോട്ട് മീൻ ദാറ്റ് എവരിവൺ ഷുഡ് ബി ട്രീറ്റഡ് ദ സെയിം വേ ഇൻ ഓൾ സിറ്റുവേഷൻ. ഇക്വാളിറ്റിയുടെ അർത്ഥം എല്ലാവരെയും എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ കാണണമെന്നല്ല. എല്ലാവരെയും ഒരുപോലെ കാണണമെന്നല്ല ഇക്വാളിറ്റിയുടെ അർത്ഥം. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആ ഡിസബിലിറ്റിയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതൊരു എന്താ പറയുന്നത്, ഒരു എന്താണ് ന്യായമായ കാര്യമല്ലേ? ഡിസബിലിറ്റി ഉള്ളവരും അപ്പം നമുക്കറിയാം ക്യൂ നിൽക്കുന്നു. പ്രായം ചെന്ന ആളുകൾക്ക് സ്പെഷ്യൽ ക്യൂ വേണം കുട്ടികളെ. എന്തുകൊണ്ടാണ്? വലിയ ക്യൂവിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ജീവഹാനി പോലും സംഭവിക്കാം. അപ്പോൾ പ്രായമുള്ള ആളുകൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും സ്പെഷ്യൽ റെക്കഗ്നേഷൻ കൊടുത്ത് അവർക്ക് സ്പെഷ്യൽ ക്യൂ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകും. സോ സ്പെഷ്യൽ റെക്കഗ്നേഷൻ
അത് ഇക്വാളിറ്റിയുടെ ഭാഗം തന്നെയാണ്. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഇക്വാളിറ്റി ഡസ് നോട്ട് മീൻ ദാറ്റ് എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് അറ്റ് ദ സെയിം വേ ഇൻ ഓൾ സിറ്റുവേഷൻ. വി ഹാവ് ടു ഗീവ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ടു ഡിസേബിൾഡ് വൺ, the aged people. Okay, giving different consideration to different persons according to their ability is a violation of the concept of equality. Different consideration different personsനെ അവരുടെ എബിലിറ്റി അനുസരിച്ച് നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഇക്വാളിറ്റിയുടെ വയലേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ വയലേഷൻ ഓഫ് ഇക്വാലിറ്റി. വി ഹാവ് ടു ഗീവ് സ്പെഷ്യൽ കൺസിഡറേഷൻ ടു ദോസ് പീപ്പിൾ who need special recognition, special consideration. For example, award given for literature, a medal given for excellent performance in sports. സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കാറില്ല. സ്പെഷ്യൽ പെർഫോമൻസ് സ്പോർട്സിലും ആർട്സിലും ഒക്കെ കാണിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് മെഡൽ കൊടുക്കും. സ്പെഷ്യൽ അവാർഡ് ലിറ്ററേച്ചറിലൊക്കെ സ്പെഷ്യൽ അവാർഡ് കൊടുക്കും, നൊബേൽ പ്രൈസ് കൊടുക്കും. അതൊന്നും ഇക്വാളിറ്റിയുടെ ഒരു വയലേഷൻ അല്ലെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഫോർ ദെയർ ടാലൻറ്റ്. ബൈ ഗിവിംഗ് ഡിഫറെൻറ്റ് കൺസിഡറേഷൻസ് ഇക്വാളിറ്റി ഗെറ്റ് എ ബോർഡർ മീനിങ്. പല കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ ഇക്വാളിറ്റി കൂടുതൽ ബ്രോഡറായി മാറുന്നു. ഇറ്റ് ബിക്കം മോർ ബ്രോഡർ. ഇഫ് വി ഗീവ് കൺസിഡറേഷൻ ഫോർ സ്പെഷ്യലി ടാലൻറ്റഡ് പീപ്പിൾ, സ്പെഷ്യലി ദിസ് ഡിസേബിൾഡ് വൺ. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും റെക്കഗ്നേഷൻ കൊടുക്കണം, സ്പെഷ്യൽ ടാലൻറ്റഡ് ആളുകൾക്ക് നമ്മൾ റെക്കഗ്നേഷൻ കൊടുക്കണം. അവർക്ക് എന്ത് കൊടുക്കണം? സപ്പോർട്ടും പ്രോത്സാഹനവും കൊടുക്കണം. ദറ്റ് ഈസ് നോട്ട് ദ വയലേഷൻ ഓഫ് ദിസ് ഇക്വാളിറ്റി. ആബ്സലൂട്ട് ഇക്വാലിറ്റി ആൻഡ് സ്പെഷ്യൽ റെക്കഗ്നേഷൻ ആർ simultaneously going. That is the point. Then what is justice? മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ജസ്റ്റിസ്? എന്താണ് ജസ്റ്റിസ്? നമ്മുടെ ബേസിക് ഫാക്ടേഴ്സിൽ തേർഡ് വൺ ആണ് ജസ്റ്റിസ്. What are the three principles of justice? Justice means giving equal and due consideration to all individuals as a human being. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ എല്ലാവർക്കും ഈക്വൽ ആൻഡ് ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കുകയാണ് ജസ്റ്റിസ്. നമ്മളിതിൻ്റെ മലയാളം എന്താണ്? ജസ്റ്റിസ്, നീതി. നമുക്ക് നീതി കിട്ടുന്നത് എവിടെയാണ്? കോർട്ടിലാണ് നമുക്ക് കൂടുതലും നീതി കിട്ടുക. കോർട്ടിന് പുറത്തും നമുക്ക് നീതി കിട്ടണം കേട്ടോ. നിങ്ങൾക്ക് സ്കൂളിൽ നീതി കിട്ടണം, നിങ്ങൾക്ക് വീട്ടിൽ നീതി കിട്ടണം. നമ്മൾ ചിലപ്പോൾ വാദിക്കാറുണ്ടല്ലേ, എനിക്ക് നീതി കിട്ടാറില്ല. എന്താണ് ഈ നീതി? നമുക്ക് ഒഫീഷ്യലി നമുക്ക് നീതി തരുന്നത് നമ്മുടെ കോർട്ടാണ്, നമ്മുടെ കോടതികളാണ് നമുക്ക് നീതി തരിക. വേറെ എവിടെയും നീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവസാനം പോകാവുന്ന സ്ഥലമാണ് കോർട്ട്. പക്ഷേ നമുക്ക് നീതി എല്ലായിടത്തും കിട്ടണം. നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ നമുക്ക് നീതി കിട്ടണം. സോ വാട്ട് ഈസ് ജസ്റ്റിസ്? വാട്ട് ആർ ദ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. Justice means giving equal and due consideration to all individuals as a human being. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ഈക്വൽ കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് നീതി. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ എത്ര കുട്ടികളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈക്വൽ കൺസിഡറേഷൻ പേരൻസ് കൊടുക്കണം, അല്ലേ? ഒരു കുട്ടിക്ക് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയും മറ്റു കുട്ടികളെ തീരെ അവഗണിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് പറയും? നമുക്ക് ജസ്റ്റിസ് ഇല്ലെന്ന് പറയും. അപ്പോൾ ഈക്വൽ കൺസിഡറേഷൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ജസ്റ്റിസ്. ജസ്റ്റിസ് മീൻസ് ഗിവിങ് ഈക്വൽ ആൻഡ് ഡ്യൂ കൺസിഡറേഷൻ ടു ഓൾ ഇൻഡിവിജ്വൽസ്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഡിസേബിൾഡ് കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ പരിഗണന നമ്മുടെ പേരൻസ് കൊടുത്താൽ അത് ഈ ജസ്റ്റിസിനെതിരല്ല. അത് ജസ്റ്റിസിൻ്റെ മീനിങ് അത് ബ്രോഡാക്കുകയുള്ളൂ. കാരണം എന്താ? മറ്റു കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ പറ്റും, ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദി പേരൻസ് ഗീവ് മോർ കൺസിഡറേഷൻ ടു ദാറ്റ് ഡിസേബിൾഡ് വൺ. ദാറ്റ് മീൻസ് അവിടെ ജസ്റ്റിസ് ഉണ്ടെന്നാണ്. ഓക്കെ, ദെൻ 3 principles of justice. Equal treatment for equals, proportionate justice, recognition special needs. Recognition of special needs. ജസ്റ്റിസ് പൂർണ്ണമാകുന്നത് ഈ 3 പ്രിൻസിപ്പിൾസും ശരിയാവുമ്പോഴാണ്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ ആൾക്കാരാണോ ഈക്വൽ ട്രീറ്റ്മെൻറ്റേ കൊടുക്കാറുള്ളൂ, അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് സമയം അനുവദിക്കുമ്പോൾ എല്ലാ ഈക്വൽ കുട്ടികൾക്കും ഒരേപോലെയുള്ള നമുക്ക് സാധാരണ കുട്ടികൾക്കെല്ലാം ഈക്വൽ ടൈം കൊടുക്കും. പക്ഷേ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം എന്ത് കൊടുക്കും? സ്പെഷ്യൽ ടൈം കൊടുക്കും. ഓവർ ടൈം അവർക്ക് ചിലപ്പോൾ അവർക്ക് അരമണിക്കൂറൊക്കെ കൂടുതൽ എഴുതാൻ കൊടുക്കും. അവർക്ക് കണ്ണിനോ ഏതെങ്കിലുമൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അവർക്ക് കൂടുതൽ സമയം കൊടുക്കും. ബാക്കി എല്ലാവരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ?
ഈക്വൽ ടൈമേ കൊടുക്കുകയുള്ളൂ. അതാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈക്വലായിട്ടുള്ള ആളുകളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ 3 കുട്ടികളുണ്ട്, 3 പേരും മിടുക്കരാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈക്വൽ കുട്ടികളാണോ അവർക്ക് ജനിച്ചിരിക്കുന്നത്, അവർ ഈക്വൽ കൺസിഡറേഷനെ കൊടുക്കാവുള്ളൂ. ഈക്വലി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്, അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ എന്താണ്? പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ് കൊടുക്കണം. അവരുടെ എബിലിറ്റി അനുസരിച്ച് നമ്മൾ അവർക്ക് ചില സ്പെഷ്യൽ അവാർഡ് ഒക്കെ കൊടുക്കുന്ന അതിൻ്റെ ഭാഗമാണ്. ഈ എബിലിറ്റി കൂടുതലുള്ള ആളുകളെ അവർ അത്രയും ചെയ്യുന്നതല്ലേ, അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ അവാർഡ് കൊടുക്കുക, സ്പെഷ്യൽ മെഡൽസ് കൊടുക്കുക. ദാറ്റ് ഇസ് ദ പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ഇനി എന്താണ്? റെക്കഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ നീഡ് ഉള്ളവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക. അതും ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൂടുതലുള്ളവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക, ഇല്ലാത്തവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക, ഈക്വലി ഉള്ളവരെ ഈക്വലായിട്ട് കാണുക. ദാറ്റ് ഇസ് ദ 3 dimensions of 3 principles of justice. As human being, all individuals deserve equal right and equal consideration. No discrimination on the basis of class, caste, religion, gender, race. If people are equal, they should give equal consideration. Okay. കളറോ ജസ്റ്റിസ് അല്ല കളറോ മറ്റ് കാസ്റ്റോ ഒന്നും അതിനകത്ത് വരാൻ പാടില്ല. ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ. ദെൻ പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ് എന്താണെന്ന് നോക്കിയേ. ജസ്റ്റിസ് ഷുഡ് ബി പ്രപ്പോർഷനേറ്റ് ടു ദ എബിലിറ്റി ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പേഴ്സൺ. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അവർക്ക് സ്പെഷ്യൽ അവാർഡ്, സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. അതാണ് പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്. എല്ലാ കുട്ടികളും ഒരു കാര്യം ചെയ്തുകൊണ്ട് വരാൻ ടീച്ചർ പറഞ്ഞു, 3 കുട്ടികൾ ചെയ്തുകൊണ്ട് വന്നു, ബാക്കി ബഹുഭൂരിപക്ഷവും അത് അവഗണിച്ചിട്ട് വന്നു. ആ 3 കുട്ടികൾക്ക് ടീച്ചർ ഓരോ മിഠായി കൊടുത്തു. അതൊരു സ്പെഷ്യൽ അതാണ് പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്. എന്തുകൊണ്ടാണ്? അവരുടെ ആ എബിലിറ്റി, അവരുടെ ആ കോൺട്രിബ്യൂഷനെ ടീച്ചർ എന്ത് ചെയ്യുന്നു? അതിനെ അംഗീകരിച്ച് കൊടുക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? നോ. ദർ ഈസ് നോ ജസ്റ്റിസ് ഇൻ ട്രീറ്റിംഗ് ഈച്ച് പേഴ്സൺ സെപ്പറേറ്റ്ലി അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി. ഓരോരുത്തരുടെയും അവരുടെ എബിലിറ്റി അനുസരിച്ച്, അവർ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അവരെ കൺസിഡർ ചെയ്യുമ്പോൾ, ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ജസ്റ്റിസ് പൂർണ്ണമാകുന്നത്. ദാറ്റ് ഈസ് പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്. റെക്കഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. ഇൻ എ സൊസൈറ്റി വെയർ ഇൻഇക്വാളിറ്റി എക്സിസ്റ്റ്, ദ വീക്കർ സെക്ഷൻസ് ആൻഡ് ദ ബാക്ക്വേർഡ് ക്യാൻ എൻജോയ് ഇക്വാലിറ്റി ഓൺലി ഈ സ്പെഷ്യൽ റൈറ്റ്സ് ആർ ഗ്രാൻഡഡ്. അപ്പോൾ ഒരു സമൂഹത്തിൽ എല്ലാവരും ഈക്വൽ പേഴ്സൺസ് ആണെങ്കിൽ ഈ റെക്കഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സമൂഹത്തിൽ മാർജിനലൈസ്ഡ് പീപ്പിളുണ്ട്, ബാക്ക്വേർഡ് പീപ്പിളുണ്ട്, സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയാണ് റെക്കഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമുക്കറിയാം SC ST മാർജിനലൈസ്ഡ് പീപ്പിളിന് നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? ജോബ് റിസർവേഷൻ ഉണ്ട്, അവർക്ക് അഡ്മിഷൻ റിസർവേഷൻ ഉണ്ട്, ഓക്കെ, ഗ്രാൻറ്റുകളുണ്ട്. ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഈ റെക്കഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് ആണ്. അത് ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. വിത്തൗട്ട് ദിസ് റെക്കഗ്നേഷൻ ജസ്റ്റിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്. മെത്തേഡ്സ് സച്ച് ആസ് റിസർവേഷൻ ക്യാൻ ബി അഡോപ്റ്റഡ് ടു എൻഷുർ ഇക്വാളിറ്റി. അപ്പോൾ നമ്മുടെ പോലെയുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്തെ ഈ സ്പെഷ്യൽ റെക്കഗ്നേഷൻ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്? ബിക്കോസ് ദർ ആർ ബാക്ക്വേർഡ് പീപ്പിൾ, മാർജിനലൈസ്ഡ് പീപ്പിൾ, വീക്കർ സെക്ഷൻസ്. So weaker sections need special recognition and special support. Okay, so these 3 principles are very important in justice. Equal treatment for equals, proportionate justice and recognition of special needs. അപ്പോൾ നിങ്ങൾ വീക്കർ സെക്ഷനെ ഓർക്കുക, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം ഓർക്കുക, പിന്നെ ഈക്വലായിട്ടുള്ള ആളുകളെ ഈക്വലായിട്ട് തന്നെ കാണുക. അതാണ് 3 പ്രിൻസിപ്പിൾസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സ്പെഷ്യൽ കൺസിഡറേഷന് കുറച്ച് എക്സാമ്പിൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. സെപ്പറേറ്റ് സീറ്റ് ഫോർ റിസർവ്ഡ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഇൻ ബസ്സിലൊക്കെ സെപ്പറേറ്റ് സീറ്റ് ഇടുക. പ്രൊവൈഡിങ് സ്ക്രൈബ് ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിങ്ങിനൊക്കെ താമസമുള്ള അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്ക്രൈബിനെ വെക്കുക. ദെൻ അലവിങ് എക്സ്ട്രാ ടൈം ഫോർ സ്പെഷ്യൽ നീഡ് സ്റ്റുഡൻസ്. സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം അനൗൺസ് ചെയ്യുക. ജോബ് റിസർവേഷൻ ബാക്ക്വേർഡ് പീപ്പിളിനെ ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. പ്രൊവൈഡിങ് സ്കോളർഷിപ്സ് ഓർ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ഇക്കണോമിക്കലി വീക്കറായിട്ടുള്ള കുട്ടികൾക്ക് വലിയ വലിയ കോഴ്സുകളിലൊക്കെ MBBSനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ട്യൂഷൻ ഫീസ് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പുകൾ അവാർഡ് ഒക്കെ കൊടുക്കും. ഓക്കെ, പ്രൊവൈഡിങ് സ്കോളർഷിപ്പ് ഫോർ വീക്കർ സെക്ഷൻസ്, ഇക്കണോമിക്കലി വീക്കർ പീപ്പിൾ.
ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓർ സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇതൊക്കെ ജസ്റ്റിസിനെതിരാണോ? നോ, നോ, it is not the violation of justice. All these contribute to the justice become more complete if we provide all these considerations. Okay, thank you children, thank you so much. അപ്പോൾ 3 ബേസിക് ഫാക്ടേഴ്സേ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഫാക്ടേഴ്സുമായിട്ട് ടീച്ചർ എത്തുന്നതായിരിക്കും. താങ്ക് യു.